Cruising down the highway, windows down low. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ കന്യാകുമാരി എന്ന ബോർഡ് വായിച്ച് നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ് കേട്ടോ. കോഴിക്കോട് എന്ന് പറയുമ്പം അവിടെ ലുലു മോളിലാണ് നമ്മൾ പോകുന്നത്. ലുലു മോളിൽ ഇപ്പം നമ്മൾ കണ്ടു നിൽക്കുന്നത് ലിഫ്റ്റിലാണ് കേട്ടോ. അതിനൊരേ ഒരു കാരണമേയുള്ളൂ, എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാണ്. എസ്കലേറ്ററിൽ ഞാനിതിന് മുൻപൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തോ അതിനടുത്തെത്തുമ്പം ഹേർട്ട് ബീറ്റ് ഒന്ന് കൂടും, എനിക്കെന്തോ പേടിയാണ്. അങ്ങനെ നമ്മളുടെ ആ പിസ്സയാണ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു പിസ്സയൊക്കെ കഴിക്കാൻ വെച്ചാൽ സ്മോൾ സൈസിലുള്ളൊരു പിസ്സ ഓർഡർ ചെയ്തു. ഐഷ് ബേബി ഒരു പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു പിസ്സ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ സെവനപ്പ് ഉണ്ടായിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ഷോർട്സിൽ വരാം. അതുവരേക്കും ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ഹലോ, അങ്ങനെ പിസയും കഴിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസൊക്കെ നടത്തി, വളരെ ചെറിയൊരു പർച്ചേസ്. അപ്പോൾ ആദ്യം തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു ഫ്രൂട്ട്സ് ആയിരുന്നു. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കലായിരുന്നു എൻ്റെ പരിപാടി. ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഒരൊറ്റ ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇത് മറ്റേ പിയറല്ലേ അല്ലേ, എന്തായിരുന്നു പറയുക, പിയറിനോ അങ്ങനെ എന്താണ് പറയുക. അപ്പം അതൊക്കെ നോക്കി ഞാനിങ്ങനെ ആപ്പിള്, ഓറഞ്ച്, കിവി, പിന്നെ ഇതെന്താ പാഷൻ ഫ്രൂട്ടാണ് അറിയില്ല, ഞാൻ ജസ്റ്റ് നോക്കി അവിടെ തന്നെ വെച്ചു. പിന്നെ ഇതെന്താ ആപ്പിളാണോ ചാമ്പയ്ക്കാണോ തിരിഞ്ഞില്ല, ആപ്പിൾ ചാമ്പയ്ക്കായിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ എത്തിയതെന്ന് പറഞ്ഞാൽ ഡേറ്റ്സിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. ഡേറ്റ്സ് അവിടെ സൂപ്പറാണ്, ഒരുപാട് ഡേറ്റ്സ് ഉണ്ട്. നമ്മളൊരു സാമ്പിൾ കുറച്ച് ഡേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടുന്ന്. പിന്നെ അങ്ങനെ ഡേറ്റ്സൊക്കെ കണ്ട് നമ്മൾ പോയിട്ടുള്ളത് ബേക്കറിയിലേക്കാണ് മക്കളെ. ഈ ബേക്കറിയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഓർഗനൈസിങ് ഈസ് എൻ ആർട്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ വരാം. ബൈ. ഹലോ, അങ്ങനെ നമ്മൾ ബേക്കറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും ഡോണട്ട്സൊക്കെ കണ്ടു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വേണ്ട ഇവിടെ കിടക്കുന്നു കുറേ റൊട്ടിയോ എന്താ പറയുക, കുറേ റൊട്ടികളുണ്ട്. ബന്നോ റൊട്ടി എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അങ്ങനെ തന്നെ വലിയ സൈസ് ഉണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല വലുതാണ്, വീറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ കളർ കണ്ടിട്ട്. അപ്പോൾ കുറേ ബണ്ണുകളും റൊട്ടികളും ഒക്കെ നമ്മൾ കണ്ടു. ഇനി കുറേ ബേക്കറി ഐറ്റംസ് തന്നെയാണ് ഇങ്ങനെയുള്ളത്. പിന്നെ കുറച്ച് സ്പൈസി ഐറ്റംസ് ഉണ്ട്, പിന്നെ കുറേ ഡോണട്ട്സ്, പിന്നെ കുറേ കേക്ക്സാണുള്ളത്. ഈ കേക്കുകളിൽ എന്ന് പറഞ്ഞാൽ ചെറുതുണ്ട്, വലുതുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. എന്തെങ്കിലും ചെറുതായിരിക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള കേക്കുകളാണ്. ഇത് പല മോഡലും പല വെറൈറ്റി ഫ്ലേവറിലുള്ളതൊക്കെയാണുള്ളത്. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്ന കേക്കുകളുണ്ട്. ആൻഡ് ഇതും എന്താ കേക്ക്, നമ്മൾ ഡ്രീം കേക്ക് പോലത്തെ ഒരു കേക്ക്. അതിൽ ഒരെണ്ണം ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 249 ആണ്. അങ്ങനത്തെ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പിന്നെ കുറേ കേക്കുകളുണ്ട് ഇവിടെ, അതായത് പാർട്ടി കേക്ക്, കട്ട് ചെയ്യാത്ത വലിയ കേക്കുമുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം 1 kg സൈസ് വന്നിട്ടുള്ള കേക്കാണെന്നാണ്. ഓക്കെ, അങ്ങനെ കുറേ കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രീമില്ലാത്ത കേക്കുകളുണ്ട് കേട്ടോ. അപ്പുറം ഒരുപാട് ക്രീമില്ലാത്ത കേക്കുകളുണ്ട്. അങ്ങനെ കേക്കുകളുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ സമയം പോയതാകുന്നില്ല. ഇതിൻ്റെ ബാക്കിയുമായി അടുത്ത ഷോർട്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ആൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു എന്ന ONV കുറുപ്പിൻ്റെ കവിതയ്ക്ക് ഒരു പേരടിയാണ് ഇത്രയും സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. പേരറിയാത്ത കുറേ പ്രോഡക്റ്റുകളെ നിന്റെ വില കേട്ടു ഞാൻ പോകുന്നു എന്നതാണ് എൻ്റെ വരികൾ. അതേടോ, എനിക്കൊരു 50% പ്രോഡക്റ്റിൻ്റെയും പേരറിയില്ല. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള സാലഡാണെന്നുള്ളതറിയാം. ഇത് മിക്സ്ചറാണ്. ഓക്കെ, ആൻഡ് ഇത് പിക്കിളാണ്. ഇതിൽ നമ്മൾ
പ്രോൺസ് പിക്കിളും ഫിഷ് പിക്കിളും കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറേ കോൺസും പിന്നെ അതിൻ്റെ കപ്സ് അങ്ങനെ കുറേ പ്രോഡക്ട്സ്, അത് നമ്മുടെ പേരറിയാത്ത കുറേ പ്രിൻ്റിലാക്കൽ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ തന്നെ ഡാർക്ക് ഫാൻറ്റസി, അത് വളരെ പോപ്പുലറായിട്ടുള്ളതായതുകൊണ്ട് അതൊക്കറിയാം. പിന്നെ ഇവിടെ ഇതാ പാല്, മുട്ട, തൈര്, മോര്, പിന്നെ യോഗട്ട്. ഈ ചിരിയുടെ പറ്റിയിട്ട് ഒരു രഹസ്യമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം, ഞാൻ കുറേ നേരമായി ഇത് ഓഡിയോ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഈ യോഗട്ടിന് പകരം ഞാൻ എപ്പോഴും പറയുന്നത് യോനട്ട്. നേരത്തെ ഡോണട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിവിടെ വരുന്നത് യോനട്ട് എന്നാണ് കേട്ടോ. അതാണ് ചിരിച്ചത്. ഞാൻ ഈ പേര് പറയുന്ന കേൾക്കുമ്പോൾ അതിനും അങ്ങനെയിട്ടിരുന്നു. അതാണ് ഓക്കെ. പിന്നെ കുറേ ഡിഫറെൻറ്റ് ഐസ്ക്രീം ഉണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, ഷോർട്സിൽ കാണാം. അപ്പോൾ ബൈ, സീ യു. ഹലോ, അങ്ങനെ ഐസ്ക്രീമാണ് ഈ കാണുന്നതൊക്കെ. സിപ്പപ്പും ഐസ്ക്രീമൊക്കെയാണ്. കോൺ ഐസ്ക്രീം ഉണ്ട്, ചോക്കോബാർ ഉണ്ട്, കപ്പ് ഐസ്ക്രീം ഉണ്ട്, സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ പറഞ്ഞിട്ടുള്ള സകലമായ ഐസ്ക്രീമുകളും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയുള്ള ഏതാണ്ട് ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകണം. അപ്പോഴാണ് എന്നോടൊരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ സെക്ഷനിൽ നിന്ന് നമ്മളൊരു സംഭവം വന്നിട്ടെടുത്തു. മറ്റൊന്നല്ല കേട്ടോ, ഒരു ബോഡി ലോഷൻ. ബില്ലിംഗ് സെക്ഷനിലേക്ക് നിങ്ങൾ കണ്ടോ, എല്ലാ ബില്ലിംഗ് സെക്ഷനിലും ഒരു 99% ഉള്ളത് ചോക്ലേറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ബില്ലിംഗ് സെക്ഷനിൽ ഇങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ, കുട്ടികൾ. കാരണം കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ചോക്ലേറ്റ്സ് അവിടെ വെക്കുന്നത്. ബില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ ചോക്ലേറ്റ് കണ്ട് കുട്ടികൾ എന്തായാലും വാശി പിടിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വാങ്ങിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്റ്റിക്കൽ മൂവ്മെൻ്റാണ് അവരുടേതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോയി. വണ്ടിയിൽ നിന്ന് നമ്മൾ ആ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലല്ലോ, അതിൻ്റെ കുറച്ചെടുത്തിട്ട് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ നമ്മൾ ബാക്കി വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചു. പക്ഷേ അത് വീട്ടിലെത്തിയപ്പോഴേക്കും കുറേയൊക്കെ മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി ബീച്ചിലെ വിശേഷങ്ങളുമായി അടുത്ത ഷോർട്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഹലോ, അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് കറങ്ങിയതിന് ശേഷം നമുക്ക് അടുത്തത് കാപ്പാട് ബീച്ചും കൂടെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. എല്ലാ ബീച്ചും കറങ്ങി നമുക്കൊരു 4:30 അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി. സത്യം പറഞ്ഞാൽ നല്ല നട്ടുച്ചയ്ക്കായിരുന്നു കേട്ടോ ബീച്ചിലെത്തിയത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും എത്തിയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിലിറങ്ങി. അവിടെ നിന്ന് ഒരുപാട് പേരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തിനീ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ ബീച്ചിൽ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ അത് രസമാണ് കേട്ടോ. പക്ഷേ എന്താ, ഭയങ്കര കാറ്റുണ്ട്. ആ ഒരു കാറ്റിൽ നമ്മൾ ചൂടങ്ങനെ അറിയുന്നില്ല. ആ ഒരു കാറ്റും കൊണ്ടുപോകുന്നുണ്ട് ചൂടിനെ. അതുകൊണ്ട് അതൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പിലിട്ടതും പിന്നെ എന്താ ടൂട്ടി ഫ്രൂട്ടൊക്കെ ഇട്ടുള്ളൊരു സംഭവമില്ലേ, അതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു. ഉപ്പിലിട്ടതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സ്നാക്സ് കഴിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ ഒരു വെറൈറ്റി പിടിക്കാൻ കഴിഞ്ഞിട്ട് കല്ലുമുക്കായി നമ്മൾ എപ്പോഴും കഴിക്കാറുണ്ട്. കൂന്തൽ നിറച്ചതുണ്ട്, കാടമുട്ട ഫ്രൈ. അപ്പോൾ ഒരു പ്ലേറ്റ് കാടമുട്ട ഫ്രൈ വാങ്ങിച്ചു. പിന്നെ കൂന്തൽ എന്ന് പറയുമ്പോൾ അത് 2 എണ്ണത്തിന് 160 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രം വാങ്ങിച്ചു. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് പരുന്ത് പറക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ പരുന്തിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൾ ഫുഡ് കൊണ്ടുവന്നത് കണ്ടിട്ടാണ് പരുന്തുകൾ ഇങ്ങനെ പറക്കുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ കാപ്പാട് ബീച്ചിലെത്തിയിട്ടു. ഇനി കാപ്പാട് ബീച്ചിലെ വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഹലോ, അങ്ങനെ നമ്മൾ കാപ്പാട് ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് പോവാം. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു. അവിടെ അത്യാവശ്യം തണലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളുടെ സീസോ ഊഞ്ഞാൽ അതിലൊക്കെ കളിച്ചു.
അങ്ങനെ കുറച്ചൊക്കെ കളിച്ചു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അതും കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറും. നമ്മളിതിലൊന്നും കയറിയിട്ടില്ല, നമ്മൾ കുട്ടികളെ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഊഞ്ഞാലും സീസറൊക്കെ മാത്രം കയറി കളിച്ചുകൊണ്ട്. ഇവിടെയും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടുകാരനെ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടാൽ തന്നെ ജസ്റ്റ് ഒന്ന് ചിരിക്കുക, ഒന്ന് പോവുക, അങ്ങനത്തെ ഒരു കാര്യം മാത്രം. അവരെ നമ്മൾ വേറെ ഏത് ദൂര സ്ഥലത്ത്, നമ്മുടെ ജില്ലയിൽ തന്നെ വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്ത് പോയിട്ട് കണ്ടാൽ അയ്യോ ഭയങ്കര നോക്കിയായിരിക്കും നമുക്ക് അവരെ അപ്പോൾ അവിടെ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ ജില്ല ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മുടെ ഒരു ജില്ലക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത് നമ്മുടെ സ്വന്തം ആള്. ഇനി നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലക്കാരനെ കണ്ടാൽ അവർ നമ്മുടെ സ്വന്തം. ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട, ഇന്ത്യക്കാരൻ നമ്മുടെ സ്വന്തം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കൂന്തൽ വാങ്ങിച്ചു, അത് മുളകിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ബൈ.